നിന്റെ എഞ്ചിനീയറുടെ ഫോട്ടോ വെച്ച് കിട്ടിയോടാ? ആ, അതൊക്കെ അച്ഛനെ അറിയൂ. അതെന്താ മോളെ നിനക്കൊരു വേണ്ടായിക അഭിനയിക്കണോ? അതോ നിന്റെ പഴയ വൺവേ കാമുകൻ കുമാരനോട് എന്തെങ്കിലും പ്രീതി തോന്നി തുടങ്ങിയോ? കുമാരനോ? കാമുകനോ? ആ കോന്തനെ ഞാനൊരു പൂവാലിനായിട്ട് പോലും കരുതിയിട്ടില്ല. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? അത്രയ്ക്ക് മോശമല്ലല്ലോ കുമാരൻ. ആവശ്യത്തിന് സൗന്ദര്യ, ആരോഗ്യം, ചങ്കുറ്റൊക്കെ അയാൾക്കുമല്ലേ? ആഹാഹാ, അതാണോ ആനഴക്? അമ്പടി കള്ളി, അങ്ങനെ പുറത്തേക്ക് വരട്ടെ. പിന്നെ എന്താണാവോ ആനഴക്? ഐ എം റിയലി സോറിഡാ. അങ്ങനെ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ ഒറ്റൊരുത്തിനെയും ഞാൻ ഇതുവരെ കണ്ടുമുട്ടിയിട്ടില്ല. അപ്പൊ നിന്റെ എഞ്ചിനീയറോ? ഇഷ്ടപ്പെട്ടല്ലേ പറ്റൂ. ഇക്കണക്കിന് നിന്റെ ആണഴകിനെ കണ്ടുമുട്ടിയ നീ കെട്ടുപൊട്ടിക്കൂടാ. അങ്ങനെ കണ്ടുമുട്ടില്ലെന്ന് എനിക്ക് ഉറപ്പല്ലേ ഗീതുമോളെ? മുന്നോട്ട് പറഞ്ഞ നാവെടുത്തില്ല. ദേ വരുന്നു നിന്റെ രമണൻ കുമാരൻ. ഹലോ, ഈ വെയിറ്റ് എന്താണെന്ന് മനസ്സിലായി. നിന്റെ തന്ത ആള് മിടുക്കനാ. ഒരു PWD എഞ്ചിനീയർ അല്ലേ ചാക്കിലാക്കിയത്? നിക്ക, ഇവിടത്തെ റോഡുകൾ ടാറിംഗ് നടത്തി കക്ക വാരും പോലെ പണം വാരാമെന്ന് അങ്ങേരുടെ മനസ്സിലിരിപ്പ് ഈ കുമാരൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് നടപ്പില്ല. തനിക്കിപ്പോ എന്താ വേണ്ടത്? പറയാം. കല്യാണം നിശ്ചയിച്ചിട്ടല്ലേ ഉള്ളൂ, കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. നീ എന്നെ കല്യാണം കഴിച്ചാൽ നിന്റെ അച്ഛന്റെ എല്ലാ മോഹങ്ങളും നടക്കും. എന്റെയും. എന്റെ പട്ടി വരും. പട്ടി വന്നോട്ടെ, അനന്താ. പൊക്കോ പൊക്കോ. പക്ഷെ ഒന്നോർത്തോ, നിന്നെയും നിന്റെ തന്തപ്പടിയും കയ്പുനീര് കുടിപ്പിക്കാതെ ഈ കുമാരൻ അടങ്ങില്ല. മോനെ, മരുമോനെ, PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജയചന്ദ്ര, നമുക്ക് ഒരുമിച്ച് നിന്നൊരു കളി കളിക്കണം. ഒരു മാസം കൂടി ഒന്ന് കഴിഞ്ഞോട്ടെ. ഓ, എന്റെ മോള് ഭാഗ്യവതിയ. അല്ലെങ്കിൽ നിന്നെപ്പോലൊരു കൈക്കൂലി പാവി അവക്ക് ഭർത്താവായിട്ട് കിട്ടുമോ? എന്തൊരു പേഴ്സണാലിറ്റി, എന്തൊരു കൈക്കൂലി. നിനക്ക് അയാളെ ഇഷ്ടമായില്ലേ? അത് പിന്നെ നിനക്ക് അയാളെ ഇഷ്ടപ്പെടില്ലെന്നാ ഞാൻ കരുതിയത്. അത് അച്ഛൻ നിശ്ചയം. നിശ്ചയം മണ്ണാ കട്ട. ഇവന് ഇഷ്ടമില്ലെങ്കിൽ നീ എന്നോട് പറയണം. നിനക്ക് താല്പര്യമുള്ളവനെ കൊണ്ട് തന്നെ ഞാൻ കെട്ടിച്ചേക്കും. അതുമല്ലെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെട്ടവന്റെ കൂടെ നീ ഒളിച്ചോടിക്കോ. സ്വന്തം മോളുടെ കാര്യം പറഞ്ഞപ്പോ നിനക്ക് നൊന്തുവല്ലേ? 9ാം ക്ലാസ്സിൽ 3ാം വട്ടം പഠിച്ചിരുന്ന ഒന്നും അറിയാൻ പാടില്ലാത്ത എന്റെ മോളെ നീ തട്ടിക്കെട്ട് പോയപ്പോ ഈ മനസ്സ് എത്രമാത്രം വേദിച്ചെന്ന് നിനക്കറിയാമോ? അതിന്റെ ഒരു അംശമെങ്കിലും നീയും അറിയാം. അങ്ങനെ അറിയിക്കാനാണ് ഭാവമെങ്കിൽ അതിന് വെച്ച് വെള്ളം ബാക്കി വെച്ചത്. ഇവളെ പണിക്ക് വീട്ടിൽ ഗോപാലൻ നായരുടെ മകളാ. പാരമ്പര്യം പറഞ്ഞേക്ക് നടന്നോ? ഇവളെ വേലി ചാടിയവളാ. അവളുടെ മകളെ ചൈനീസ് ചാടും. അപ്പോഴേ എനിക്ക് സമാധാനമാണ്. പോകാനോ ഇറങ്ങിപ്പോകാനോ? എടാ, ഈ വീടും പറമ്പ് എനിക്ക് കൂടി അവകാശപ്പെട്ടത്. എന്നാൽ ഈ പറമ്പ് മുഴുവൻ ശവക്കുഴി കുത്തി ഇതൊരു സെമിത്തേരി ആക്കിക്കോ. ഞാൻ ഇഷ്ടമുള്ളത് അത് ചോദ്യം ചെയ്യാൻ നിനക്ക് എന്താണ് യോഗ്യത? നീ സ്വന്തമായിട്ട് അധ്വാനിച്ച് എന്തെങ്കിലും ഉണ്ടാടേ വീട്ടില്? ഈ മോളല്ലാതെ ചൊറിഞ്ഞത് കൊണ്ടൊന്നും കാര്യമായില്ല. മൂപ്പിക്കാൻ വന്നാലേ ആദ്യം പടിക്ക് പുറത്താകുന്നത് നീയായിരിക്കും. അവന്റെ ഒരു ചീഞ്ഞ കതറും 100ന്റെ നോട്ടും മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി മന്ത്രിയായാലും ആദ്യം ചവിട്ടി താഴ്ത്തുന്ന ഇയാളായിരിക്കും. ചവിട്ടി താക്കാൻ നിങ്ങൾ ഒരു വാമനോ? മനപ്പായസം കൊണ്ട് നടന്നോ? ബസ് ഇറക്കണ്ട. ഇറക്കുപടി. ഒരു ബസ് കണ്ടെത്താൻ ഞാൻ കുളിരിതങ്കപ്പനെ ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞു. കുളിരിതങ്കപ്പനോ? ആ ഷക്കീല പ്രാന്തനോ? നിങ്ങൾ തലയ്ക്ക് എന്താ ഓളാണോ മനുഷ്യ? ഇത്തരം കാര്യങ്ങൾ ഏൽപ്പിക്കാൻ പറ്റിയ കക്ഷി. എന്താ കുഴപ്പം? സിനിമാ തിയേറ്റർ നടത്തി കുത്തുവാള എടുത്തപ്പോ ഞാനാ പറഞ്ഞത് കൊട്ടകയിൽ ഷക്കീല പടം തുടർച്ചയായിട്ട് കളിക്കാൻ. ഇന്നിപ്പോ അവന്റെ സ്ഥിതി എന്താ? ഒരു ബസ് കണ്ടെത്താനായില്ലെങ്കിൽ ഒരു ബസ് വാങ്ങി തരും ഉറപ്പാ. കിളവനും മലർപ്പൊടി. കിളവനും ഇവിടെ ഉണ്ടല്ലോ, നീ മലരിഞ്ഞ് കൊണ്ടുപോവാ, ഞാൻ പൊടിച്ചു തരാം. ഇത് കണ്ട് മലര് പൊടിക്കാതെ വേറെ. മക്കളുടെ പേര് മാറ്റി. പിന്നെ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ. ഇതെന്റെ മൂത്ത മകൾ ഷക്കു, ഇളയ മകൾ തങ്കപ്പ സാറേ, റൂട്ട് ബസ് കിട്ടിയതാണെന്നോ? സാക്ഷാൽ പടക്കുതിര. പടക്കുതിരയോ? അതെ, പടക്കുതിര തന്നെ. അവരെ അറിയാലോ. ഒരു റൂട്ട് തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ സംഭവിച്ചാലും ബസ് അവർ പിൻവലിക്കാറില്ല. സത്യമാണോ ഇതെല്ലാം?
അതെ സാറേ, അവര് തിങ്കളാഴ്ച മുതൽ ഓടി തുടങ്ങാമെന്ന് വാക്കും തന്നു. പടക്കുതിര. അതെ അതെ, ഞാൻ പ്രസിഡന്റിന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്താറായി. തിരിച്ചു വിളിക്കാം. സ്വിച്ച് ഓഫ് ചെയ്യടാ. എന്തെങ്കിലും എടുത്ത് കണക്ഷൻ പിടിക്കടാ. ചെയ്യടാ മണ്ട. ഉണക്ക മടലോ മുളയോട് കണക്ഷൻ പിടിക്കടാ. വിഡ്ഢി. തങ്കപ്പാ, മൂത്രം ഒഴിക്കാന്ന് വെക്കാം. പക്ഷേ വിഷമിക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് നിന്റെ ഭാര്യയെ ഞാൻ ആശ്വസിപ്പിച്ചോളാം. അല്ലല്ല, തക്ക സമയത്ത് ഞാൻ ആശുപത്രിയിൽ എത്തിച്ചോണ്ട് ജീവൻ രക്ഷിക്കാനായി. ജീവൻ രക്ഷിച്ചത് കൊണ്ട് എന്ത് കാര്യം? ആ. ജീവന്റെ ജീവൻ പോയില്ലേ? ശേഷിക്കുന്ന കാലം പഴയ ഓർമ്മകളായി മറക്കി കഴിയാനാവും എന്റെ വിധി. ആക്ച്വലി എടാ തങ്കപ്പ, എന്റെ പറമ്പിൽ കൊണ്ടുവന്ന് ഷോക്ക് എടുപ്പിക്കാൻ മാത്രം എന്തായിരുന്നു നിനക്ക് അത്ര ധൃതി? ഓ, ഞാനത് പറഞ്ഞില്ല അല്ലേ? ഇല്ല, ഇല്ല. നമ്മുടെ വാമനപുരത്ത് സർവീസിനായി ഒരു പടക്കുതിര എത്തുന്നു. അപ്പൊ ബസ് അല്ലേ? ബസ് തന്നെ, ആ. പടക്കുതിര ട്രാൻസ്പോർട്ട്. അവരൊരു റൂട്ടിൽ ബസ് ഇറക്കിയാൽ ഇറക്കിയ മാതിരിയാ. ആഹാ. റൂട്ട് പ്രശ്നം പറഞ്ഞ് ഒരു ട്രിപ്പ് പോലും മുടക്കില്ല. അതാ പടക്കുതിരയുടെ മുഖമുദ്ര. ഹർത്താൽ ദിവസം പോലും ബസ് ഓടിക്കുന്ന പാർട്ടിയാ. സത്യമാണോ? സത്യം സത്യം സത്യം. ഓ, കുളിരേ നമ്മൾ രക്ഷപ്പെട്ടു. അയ്യോ, ആ ഭാഗം. അതാണോ ഞാൻ പറയുന്നത്? ഈ അള്ളുവെപ്പും മാങ്ങാത്തൊലിയൊന്നും വേണ്ടാന്ന്. അവന്മാർക്ക് 200ഓളം ബസ്സുണ്ട്. മാത്രവുമല്ല, അതിന്റെ ഓണർ ഗംഗാധരനെ എനിക്കറിയാം. പാലക്കാട്ടുകാരൻ ഒരു വട്ട് കേസാ. പിന്നെ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യോടോ? ബുദ്ധിപൂർവം നീങ്ങണം. പടക്കുതിര നിരത്തിലിറങ്ങുമ്പോൾ നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത് ഒരിക്കലും പരിഹരിക്കാനാവാത്ത പ്രശ്നങ്ങളായിരിക്കണം. അതെന്ത് പ്രശ്നങ്ങൾ? കുത്തിയിരുന്ന് കണ്ടെത്തണം. പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ. സമ്മതിക്കുന്നു. പക്ഷെ അത് മാത്രം ചെയ്താൽ മതിയോ? പോരാ, ഇനി നിങ്ങളുടെ പക്ഷത്തും ശക്തി കൂട്ടണം. കേരളം ഭരിക്കുന്നത് അവരുടെ പാർട്ടിക്കാരാ. അതുകൊണ്ട് നിയമസാധ്യതയില്ലാത്ത ഒന്നിലും എനിക്ക് ഇടപെടാൻ പറ്റില്ല. പക്ഷേ ഒന്ന് ഞാൻ ചെയ്യാം. നിങ്ങൾ എന്ത് തന്തയ്ക്ക് പറക്കാടിയെ കാണിച്ചാലും അത് കണ്ടില്ലെന്ന് ഞാൻ നടിച്ചോളാം. അതുകൊണ്ട് ഏത് പോക്കൃത്രവും കാണിക്കാൻ പറ്റിയ ഒരുത്തനെ നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടണം. അവനെ മുന്നിൽ നിർത്തി വേണം ഇനി നിങ്ങൾ കളിക്കേണ്ടത്. അതിനിപ്പോ എന്ത് ചെയ്യും? അങ്ങനെ ഒരുത്തനെ ഞാൻ തന്നെ നിങ്ങൾക്ക് സംഘടിപ്പിച്ചു തരാം. എന്ത് തരികിടപ്പണി കാണിച്ചാലും പടക്കുതിരയുടെ ട്രിപ്പ് മുടക്കണം. മനസ്സിലായോ? എങ്കിൽ പോയാട്ടെ. പ്രസിഡന്റ്, ആ പ്ലാവിന്റെ ചില്ല വെട്ടി മാറ്റാതെ ബസ് ഒരടി മുന്നോട്ട് പോവില്ല. കുര്യപ്പ, നമുക്ക് ആ ചില്ല അങ്ങ് വെട്ടി മാറ്റാം. അതാ കുമാരന്റെ കൊമ്പ പ്രശ്നാവൂ. എന്ത് പ്രശ്നം? ഇത് നാട്ടുകാരുടെ ആവശ്യമല്ലേ? നീ ധൈര്യമായിട്ട് വെട്ടിച്ചോക്കിയപ്പ. വെട്ടാം, പക്ഷെ ഞാൻ തന്നെ വെട്ടണോ? നിനക്കെന്താ പേടിയാവുന്നു? എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ആ ദൗത്യം നിർവഹിക്കാം. വെട്ടുകത്തെടുത്തോ? ചക്കയ്ക്കൊന്നും മുഴുപ്പ് പോരാ. കുര്യപ്പാ, കടക്കൽ വെച്ച് തന്നെ വെട്ട്. നല്ല വരിക്കാണെന്ന് തോന്നുന്നു. വരിക്കാണെങ്കിലും കുഴിക്കാണെങ്കിലും വെട്ടറാ. തള്ളിവിടും. ഈ വെട്ടിയെത്തിയായിട്ട് എന്താണ് ഉദ്ദേശം? അത് ഇതിന്റെ കൊമ്പ് വെട്ടാൻ പറഞ്ഞു. ഇതിന്റെ കൊമ്പ് വെട്ടി നിന്റെ അമ്മൂമ്മയ്ക്ക് ശവപ്പെട്ടി പണിയാണ്. അവന്റെ അമ്മമ്മ പറയരുത്. ഇതിന്റെ കൊമ്പ് മുറിക്കാതെ പടക്കുതിരയ്ക്ക് പായാൻ പറ്റില്ല. ഇത് ജനങ്ങളുടെ പ്രശ്നമാണ്. അയ്യടാ, ഒരു പ്രജാതൽപരൻ. അതെ, ആരെങ്കിലൂടെ ലക്ഷക്കണക്കിന് രൂപ അടിച്ചു വെത്താൻ വേണ്ടി അല്ലേടാ കോപ്പേ നീ പാട്ടവണ്ടിയുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്? ടാറി നടന്ന് ഈ പഞ്ചായത്തിന്റെ വികസനത്തിന് വേണ്ടിയല്ലേ ബാഹുലയ? അയ്യടാ, നിങ്ങളെങ്ങനെ വികസിപ്പിച്ചുണ്ടാക്കണ്ട. പറഞ്ഞത് കേട്ടാ? എന്റെ കൈ മറക്കരുത്. 16 വർഷമായിട്ടും ഭരിക്കാൻ കിട്ടാത്തതിന്റെ വിറയില്ല അയാൾക്ക്. വിറയ്ക്കുന്നത് കുളിര് കൊണ്ടാണ് ഷക്കീല പ്രാന്ത. ചങ്കുറപ്പണെങ്കിൽ ഒന്ന് കാണട്ടെ. പിടി, വെട്ട്, വെട്ടടാ. ഞങ്ങൾക്ക് എല്ലാവർക്കും ചങ്കുറപ്പുണ്ട്. വെറുതെ വെറും വയറ്റിൽ ഭാഷ പഠിപ്പിക്കാണ് ഗോപാല. ഈ ഒരു കൊമ്പ് മാത്രം വെട്ടിമുറിച്ചത് കൊണ്ട് ഇതിലെ ബസ്സൊന്നും ഓടാൻ പോകുന്നില്ല. എന്നാൽ ആ കൊമ്പ് മുറിക്കാം. എടാ കോപ്പേ,
ഞാൻ ആസ്മാവല്ലുള്ളവനാ. ഈ ബസ് ഇതിലെ ഓടി ഒരു പൊടി എങ്ങാനും പറഞ്ഞാൽ അതിന്റെയൊക്കെ ഷേപ്പിനെ മാറ്റും, ഈ ബസ് കത്തിക്കും. വലിയോ എവിടെ നിന്നിട്ട് വലിക്കാൻ? ഇത്രയും നാൾ ഇല്ലാതിരുന്ന വലിവ് തനിക്ക് ഇപ്പൊ ഇവിടുന്ന് വലിഞ്ഞേറി വന്ന്. എങ്ങനെ വലിഞ്ഞു കയറി വരാതിരിക്കും? പഞ്ചായത്ത് മുഴുവൻ മൺറോഡുകളല്ലേ. ഇപ്പൊ ജലിക്കുന്ന പീക്കേറി കൊച്ചിന് പോലും വലിവ് വരും. മാത്രമല്ല വിഷപ്പുക വരുത്തി ഈ വാമനപുരത്തെ മറ്റൊരു പ്ലാച്ചുമടയാക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ സമ്മതിക്കില്ല. പ്ലാച്ചിവടയിൽ വെള്ളമാടാ വേണ്ട. മുടന്ത ന്യായങ്ങൾ നിരത്തി പടക്കുതിരയെ തടയാനാണ് ഭാവമെങ്കിൽ അത് നടക്കില്ല, നടക്കില്ല, നടക്കില്ല. എന്താ ഭീഷണിയാണോ? കുര്യപ്പ മുറിച്ച് മാറ്റടാ കൊമ്പ്. ചങ്കൂറ്റോണ്ടെ തടയടാ പാട്ടിയെ. ഞാൻ ഗോപി. മനസ്സിലായില്ലേ? കരിപ്പിടി ഗോപി. ഒരു പാവം ക്രിമിനലാണടാ. കുറെ നാളത്തേക്ക് ചുറ്റോട്ടത്തൊക്കെ തന്നെ കാണും. ഈ ബസ് ഒരിക്കലും ഇവിടെ ഓടാൻ പോകുന്നില്ല. എല്ലാം കെട്ടിപ്പറക്കി വേഗം സ്ഥലം വിട്ടണം. ഇല്ലെങ്കിൽ പോടാ, വീട്ടിൽ പോടാ. ഇറങ്ങടാ മാങ്ങാത്തല. ഓടാ എടാ ചക്കിയെ, നിന്റെ ഓടാ. പട്ടക്കുതിര. പ്രസിഡന്റ്, പ്രസിഡന്റ് കാറ്റ് പോയ ഗോപിയെ പോലീസ് പൊക്കിയത് ഏതോ തല്ലുകേസാന്നാ കേട്ടത്. ആ ചീറ്റ് ഹൗസ് ടേപ്പ് വിചാരിച്ചിട്ട് പോലും അറസ്റ്റ് ഒഴിവാക്കാൻ പറ്റിയില്ലത്രേ. അതെങ്ങനെ തങ്കപ്പ? ഇത് കോടതി കേസല്ലേ? ഞാൻ ആലോചിക്കുന്നത് ഈ തക്കത്തിൽ ബസ് ഇറക്കിയാലോ എന്നാണ്. ഫസ്റ്റ് 2 ആഴ്ച കഴിഞ്ഞ് അവൻ ജാമ്യത്തിൽ ഇറങ്ങും. പിന്നെ നമ്മളെ വെച്ച് പൊറിപ്പിക്കില്ല. ആ ചീറ്റ് ഹൗസ് ഇപ്പം ഗോപി ഉള്ളിടത്തോളം കാലം ഇവിടെ ബസ് ഇറക്കാൻ പറ്റില്ലെന്ന് ഉറപ്പാ. അങ്ങുന്നിന്റെ കാര്യം ഓർക്കുമ്പോളാ ഇന്നലെ മുതൽ ഒറ്റ കിടപ്പ, ജലപാനം കഴിച്ചിട്ടില്ല. ഇങ്ങനെ വിഷമിക്കാതെ എല്ലാം ശരിയാവും. എങ്ങനെ ശരിയാകാൻ അംബുജം? എല്ലാം പോയില്ലേ? ഇത്രയും നാളത്തെ പരിശ്രമം എല്ലാം വെറുതെ ആയില്ലേ? അച്ഛനൊന്ന് സമാധാനിക്കേ. എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല മോളെ. വാമനൂർ റൂട്ടിൽ ഒരിക്കലും ബസ് ഇറങ്ങാൻ പോകുന്നില്ല. എനിക്ക് ഈ ജന്മം മന്ത്രിയാകാൻ പറ്റുമോ? നാട്ടുകാരുടെ മൂത്തേൻ എങ്ങനെ നോക്കും? എന്തോ ഒരു പന്തികളുണ്ടല്ലോ. ആ വയസ്സ് മൂപ്പിലങ്ങനെ തട്ടിപ്പോയോ? തട്ടിപ്പോയത് നിന്റെ തന്നെയാടാ. ഇയാളിവിടെ നിപ്പുണ്ടായിരുന്നു. നമസ്കാരം പ്രസിഡന്റ് സാറേ. നമസ്കാരം. ഇത് പടക്കുതിര ബസ് ഓണർ ഗംഗാധര സാർ. ഇരുന്നോളൂ. പക്ഷേ ബസ് ആ പ്രതിപക്ഷക്കാര് കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. പ്രസിഡന്റ് ഇങ്ങനെ തളർന്നിരുന്നാലോ? പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ടോ? ഈ പ്രശ്നം അങ്ങനെ പരിഹരിക്കാൻ പറ്റില്ല സാർ. നിങ്ങൾ നിങ്ങളുടെ ബസ്സുമായിട്ട് മടങ്ങിക്കോളൂ. കഴിഞ്ഞ 20 വർഷത്തെ സർവീസിനിടയ്ക്ക് റൂട്ട് പ്രശ്നം പറഞ്ഞ് പടക്കുതിരയുടെ ഒറ്റ ട്രിപ്പ് പോലും മുടങ്ങിയിട്ടില്ല. ഇപ്പൊ മുടങ്ങി. ആദ്യമായി വാമനപുരത്ത് അത് സംഭവിച്ചു. അപ്പോൾ ഈ പ്രശ്നം ഞങ്ങളുടെ കൂടെ പ്രശ്നമാണ്, ഞങ്ങളുടെ പ്രസ്റ്റേജിന്റെ പ്രശ്നം. ആ പ്രശ്നം തീർക്കാനുള്ള മാർഗവുമായിട്ടാണ് മുതലാളി ഇപ്പൊ വന്നിരിക്കുന്നത്. എന്ത് മാർഗം? നിങ്ങൾ MGR-നെ പോയി കാണേണ്ടി വരും. അയ്യോ, MGR-ഓ? അയാൾ എന്നെ എരന്നു പോയില്ലേ? ആ കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിച്ച് പറയൂ. നിങ്ങൾ കാമധേനു ട്രാൻസ്പോർട്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്നാ കേട്ടോ. ആ. കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ബസ് കമ്പനിയാണ് കാമധേനു ട്രാൻസ്പോർട്ട്. ഓഹോ. 500-ൽ പരം ബസ്സുകളാണ് അവർക്കുള്ളത്. 500 തമ്മിൽ എന്താ ബന്ധം? പറയാം. കാമധേനു ട്രാൻസ്പോർട്ടിൽ ഒരു സ്പെഷ്യൽ കിളിയുണ്ട്, പ്രതികരിക്കുന്ന കിളി. ഏതൊക്കെ റൂട്ടിലാണോ തല്ലി തീർക്കേണ്ട പ്രശ്നങ്ങളുള്ളത് ആ റൂട്ടിലേക്ക് കിളി പറന്നെത്തും. ഞൊടിയിടയിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് തിരിച്ചു പറക്കുകയും ചെയ്യും. അത്രയ്ക്ക് ചങ്കുറപ്പുള്ളവനവൻ. ആരാവൻ? സാക്ഷാൽ ലിവർ ജോണി. ലിവർ ജോണിയോ? ലിവർ ജോണി തന്നെ. ലിവറാണ് അവന്റെ ഇഷ്ട ആയുധം. ഞാൻ നേരത്തെ പറഞ്ഞ MGR-ഉം ഈ ജോണിയും ഒക്കെ ഒന്ന് തന്നെ. MGR-ന്റെ മുടിഞ്ഞ ഫാനല്ലേ? കരിപ്പിടി ഗോപിയല്ല, അവന്റെ തന്തപ്പടി ഗോപി വരെ ജോണിച്ചാൻ ഒതുക്കും. തൃശൂർ പാലക്കാട് റൂട്ടിലെ പ്രശ്നം 2 ദിവസം കൊണ്ട് ജോണിച്ചാൻ തീർത്തത്. അപ്പൊ അങ്കമാലി പെരുമ്പാവൂർ റൂട്ടിലെ പ്രശ്നം നിമിഷ നേരം കൊണ്ടല്ലേ തീർത്തത്? അങ്ങനെ എത്ര റൂട്ടുകൾ. അത്രയ്ക്കും വലിയ ക്രിമിനലാവേ? ക്രിമിനലോ? നിങ്ങൾ കാണുന്ന വെറും ചന്ത ക്രിമിനൽ അവൻ. ആണഴകിന്റെ അവതാരമല്ലേ? ഒറ്റ നോട്ടത്തിൽ കാശിനാഥനല്ലേ? അതായത് സാക്ഷാൽ പരമശിവൻ. പറയൂ സാർ, എങ്ങനെ അയാളെ ഇവിടെ എത്തിക്കാം? എവിടെ പോയാലും എന്ത് കൊടുത്താലും അയാൾ എങ്ങനെയെങ്കിലും ഇവിടെ കൊണ്ടുവരണം പ്ലീസ്. നിങ്ങൾ ഉടനെ തന്നെ കാമധേനുവിന്റെ ഓഫീസിലേക്ക് പുറപ്പെട്ടോളൂ. ജോണി അവിടെ കാണും.
കാമധേനു. ഇത് തന്നെയാണോ സ്ഥലം? ബോർഡ് വായിച്ചു നോക്കടോ. ഹലോ 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 ഹലോ, ഈ ജോണി ലിവർ ജോണി. MGR. നിങ്ങൾക്ക് ഇതിൽ ആരെ വേണ്ടത്? ലിവർ ജോണി. അയാളിപ്പോ ദേവലോകത്ത് കാണും. തട്ടിപ്പോയാ? ചതിച്ചോ മുരുക? നിങ്ങൾ ഉദ്ദേശിച്ച ദേവലോകം അല്ല ഈ ദേവലോകം. ഇത് ദേവലോകം ബാറ. ദേവലോകത്തും ബാറോ? ഇതെവിടാ സ്ഥലം? സാക്ഷാൽ ദേവലോകം പോലെ തന്നെ ഇരിക്കുന്നു. ഈ കെട്ടിടം നിറച്ച് ബാറ. വാ പൊളിച്ചിരിക്കാതെ വാടോ. വാത്തിയാരെ, ചാക്കപ്പ. ഓ കൊടപ്പ. ഇത് ഞാനാടാ, കാമധേനു ട്രാൻസ്പോർട്ടിലെ കിളി. വെറും കിളിയല്ല, പ്രതികരിക്കുന്ന കിളി. ജോണി, ലിവർ ജോണി. നമുക്ക് പോയിട്ട് പിന്നെ വന്നാലോ? ഇങ്ങനെ ഗുണ്ടായിസ് നടക്കുമ്പോ എങ്ങനെ കാര്യം പറയും? നിങ്ങൾ എന്തിനാ പേടിക്കുന്നേ? ഞാനില്ലേ കൂടെ. തൃശ്ശൂര് കുന്നംകുളം റൂട്ടിലെ കാമധേനു ട്രാൻസ്പോർട്ടിനെ വെട്ടിലാക്കാൻ സമയം തെറ്റിച്ച് മയൂര ട്രാൻസ്പോർട്ടിന്റെ ഘോഷയാത്ര. അതിന്റെ അമരം പിടിക്കാൻ നിന്റെ അപ്പനും ഞാൻ വേണ്ട. നിന്റെ അപ്പന്റെ പേരറിയാലോ, അവതാരം. വർഷങ്ങൾക്ക് ശേഷം പ്രത്യക്ഷപ്പെടുന്നവൻ.
80കളിൽ നിന്റെ അപ്പന് ബ്ലേഡ് കമ്പനി, 90-ലെ മാഞ്ചിയം, 2000-ലെ സഹകരണ സിനിമാ നിർമ്മാണം, ഇപ്പൊ നീ നിന്റെ അപ്പനും കൂടെ പുതിയൊരു പരീക്ഷണം അല്ലടാ. മയൂര ട്രാൻസ്പോർട്ട് വെച്ച് പൊറപ്പിക്കില്ല. ചക്കപ്പ ഇതെന്ത് പിടി, എന്റെ കൈ കഴിക്കണം. ജോണി പ്ലീസ്, ഇപ്രാവശ്യത്തെ കൂടി ഒന്ന് മാപ്പാക്ക്. ഇനി ഒരിക്കലും സമയം തിരിച്ച് ഞാൻ ബസ് ഇറക്കില്ല, സത്യം. അങ്ങനെ ചെയ്താൽ നിനക്ക് നല്ലത്. ഇനി നീ മര്യാദക്കല്ലെങ്കിൽ സമയാസമയങ്ങളിൽ നിന്റെ പഞ്ചിങ് നടത്തുന്നത് ഞാനായിരിക്കും. ജോണി പറഞ്ഞത് അപ്പോ. ചാക്കപ്പ, ഇവിടെ നടന്ന സകല കഷ്ടനഷ്ടങ്ങളുടെ ഒരു കണക്കെടുത്തിട്ട് കാമധേനു ട്രാൻസ്പോർട്ടിന്റെ പേര് ഒരു ചെക്ക് എഴുതി. ഞാൻ വാമനപുരം പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലൻ നായർ. അതിന് ഇയാളെ ഞങ്ങളെ രക്ഷിക്കണം. എന്ത് പണിയായി കാണിച്ചത്? വാദിയാർക്ക് കാല വീഴുന്നവരെ തീരെ ഇഷ്ടമല്ല. അപ്പൊ കർണക്കുറ്റി കടിക്കും. അയ്യോ, ഇനി ഞാൻ ആ കാലേ വീഴില്ല. എന്തിനാ ഇങ്ങോട്ട് വന്നത്? അദ്ദേഹത്തെ കൂടി ഞങ്ങൾക്ക് ഒരു കാര്യം സാധിക്കാണ്ടായിരുന്നു. ഇനിയിപ്പോ വാദിയാർ തെറ്റിദ്ധരിക്കണ്ട, താൻ ഈ തങ്കവാ. പിന്നെ കുറച്ച് സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടെന്നേ ഉള്ളൂ. തുടങ്ങി കഴിഞ്ഞാൽ സംഗതി ക്ലീൻ. പിന്നെ ഉടുമ്പ് പിടിക്കുന്ന പോലെ ഒരു പിടി അങ്ങോട്ട് പിടിച്ചാൽ മതി, നിങ്ങളുടെ കാര്യം നടക്കും. എന്താ കാര്യം? പഠിച്ച മാറ്റാം. വാ, എന്താ കാര്യം? ഞങ്ങളുടെ റോഡിലോടുന്ന ബസ് ഈ ടാറിങ്ങിലൂടെ ജനക്ഷേമം മാത്രമാണോ ഉദ്ദേശം? അതെ. മുഖത്ത് നോക്കി പറയണം. അല്ല, ഇതിലെന്താ തന്റെ ലാഭം? മന്ത്രിയാകണമെങ്കിൽ പണം വേണം. അതിന് എളുപ്പമാർഗമാ ഈ ടാറി. ആണോ? അടുത്ത തവണ ഭരണം എന്തായാലും കിട്ടില്ല, ഉറപ്പാ. ഇനി 2 വർഷം കൂടിയേ ഉള്ളൂ. അതിനുള്ളിൽ ടാറിങ് നടത്തണം. ടാറിങ് എളുപ്പത്തിൽ നടത്താൻ സർക്കാരിന്റെ ഒരു പുതിയ വകുപ്പുണ്ട്. അപേക്ഷ നൽകി 1 മാസത്തിനുള്ള ഉദ്യോഗസ്ഥന്മാര് പരിശോധിക്കാൻ വരുമ്പോ ഇവിടെ ഒരു ബസ് റൂട്ട് നിലവിലുണ്ടെന്നും യാത്രാക്ലേശം രൂക്ഷമാണെന്നും തെളിയിക്കണം. അതാ വകുപ്പ്. അവരെപ്പോഴാ വരികയെന്ന് മുൻകൂട്ടി പറയാൻ പറ്റാത്തതുകൊണ്ട് ഒറ്റ ട്രിപ്പ് പോലും മുടങ്ങാൻ പാടില്ല. ടാറിങ്ങിനുള്ള അപേക്ഷ കീശയിലിട്ടുകൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് മാസം കുറയായി. ജോണി കുഞ്ഞ് കൂടെ വരുമെന്ന് ഉറപ്പ് പറഞ്ഞാൽ ഞാനത് എത്തിക്കേണ്ടടുത്ത് എത്തിക്കും. സംതിങ് തരാൻ ഞാൻ കൈക്കൂലി. ജോണിയെ വിലക്ക് വാങ്ങിക്കാൻ വന്നിരിക്കുന്നു. മേലിൽ ഈ വക തന്തയില്ലായ്മയ്ക്ക് എന്നെ വിളിക്കരുത്. ഇനി ഈ ഏരിയ കണ്ടുപോരുത്, മനസ്സിലായോ? എന്ത് നോക്കണേ? ഇനി എപ്പോ വരണം? വിട്ടുവാങ്ങുന്നേ. വിളിച്ചോ? ഗംഗാര സാറേ, ഈ ജാതി വിളിച്ചാ ഇവിടുന്ന് കിട്ടും. ഗംഗാര സാറേ. നിങ്ങൾ ഇത്ര പെട്ടെന്ന് വന്നു? ജോണിയെ കിട്ടിയോ? ജോണിയുടെ കിട്ടി. കിട്ടിയത് കൊണ്ട് ഞങ്ങളുടെ കൂടെ ഇങ്ങോട്ട് ഇല്ലായിരുന്നെങ്കിൽ കൂടുതൽ കിട്ടിയാനെ. ഇയാൾ എന്തെങ്കിലും അനാവശ്യം പറഞ്ഞു കാണും. ഞാൻ എന്റെ ആവശ്യമേ പറഞ്ഞുള്ളൂ. എല്ലാം തുറന്നു പറഞ്ഞു അല്ലേ? ആ മുഖത്ത് നോക്കി കള്ളം പറയാൻ കഴിഞ്ഞില്ല. അത്രയ്ക്ക് ബഹുമാനിച്ചോ? ബഹുമാനം കൊണ്ടല്ല, പേടി കൊണ്ടാ. ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞില്ലേ ജോണി വെറും ചട്ടമ്പി മാത്രമല്ലെന്ന്. അയാൾക്കൊരു നല്ല മനസ്സുണ്ട്. ഇനിയിപ്പൊ ദൈവം തമ്പരാൻ വിചാരിച്ചാലും അയാളെ കൊണ്ടുവരാൻ കഴിയില്ല. അയ്യോ, അങ്ങനെ പറയരുത്. ഈ അവസ്ഥയിൽ എന്നെ കൈപടിയരുത് പ്ലീസ്. കാലേ വീഴാൻ പോലും എനിക്കിനി പേടിയാ. കാലേ വീണോ? ചാമ്പി. അക്കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. കഷ്ടായി. ഞാൻ അയാളെ നേരിൽ കണ്ടൊന്ന് സംസാരിക്കട്ടെ. ഇതിപ്പോ എന്റെ കൂടെ പ്രശ്നമായി പോയല്ലോ. അതെ. സംഗതി ശരിയായാൽ ഞാൻ അറിയിക്കാം. ഉറപ്പാണോ? ധൈര്യമായിട്ട് പോയിക്കോളൂ. എല്ലാം ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ നീ ആ നാട്ടുകാരുടെ ദുരിതത്തെ കുറിച്ചൊന്ന് ഓർത്തു നോക്കിയേ. കഴിഞ്ഞ 16 വർഷമായി അയാൾ ആ നാട്ടിലെ ഭൂരിപക്ഷം റോഡുകളുടെയും ടാറിങ് പിടിച്ചു വച്ചിരിക്കുകയാണ്. ഇനിയും ടാറിങ് നീണ്ടുപോയാൽ ആ നാട്ടിലെ സാധാരണക്കാരുടെ ദുരിതം നീളുകയേ ഉള്ളൂ.
ഞാനിപ്പോ നീ ഒന്നും പറയണ്ട, ഇതെന്റെ പ്രസ്റ്റീജിന്റെ പ്രശ്നം കൂടിയാണെന്ന് നിനക്കറിയാലോ. നീ നാളെ തന്നെ അങ്ങോട്ട് പോകുന്നു. നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്യാൻ ഞാൻ ഇപ്പൊ തന്നെ അവരോട് പറയാം. ഒന്ന് ചെല്ലടാ ജോലി. ചാക്കപ്പ കുറച്ചെടുത്തോടാ. എന്താ മതിയരെ? അടുത്ത നമ്മുടെ റൂട്ട് വാമനപുരം ബസ് റൂട്ട്.